ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നിലവില് പവർ ടീമിലേക്ക് കയറാനുള്ള ചലഞ്ച് നമ്പർ 2 നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലൈവ് അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു ടാസ്ക് നമ്മുടെ സ്ക്വിഡ് ഗെയിം കണ്ടവർക്ക് മനസ്സിലാവും എളുപ്പത്തില്. സ്ക്വിഡ് ഗെയിമിലെ പോലെ കുറെ ബോക്സസ് ഉണ്ടായിരിക്കും. അതിൽ ചില ബോക്സ് പൊള്ളയായ ബോക്സും ചിലത് ഹാർഡായിട്ടുള്ള ബോക്സുകളായിരിക്കും. ഒരു ടീമിൽ നിന്ന് 4 പേരാണ് മത്സരിക്കാനായിട്ട് വരേണ്ടത്. പവർ ടീം ആയിരിക്കും അതിന്റെ ജഡ്ജസ്. അപ്പൊ ആദ്യത്തെ ആള് ഇങ്ങനെ ഓരോ ലൈനായിട്ട് 3 ലൈനായിട്ട് ബോക്സുകൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. അതില് ഒരു ലൈനിൽ ചിലപ്പോൾ ഒരു ബോക്സ് പൊള്ളയായിരിക്കാം, ചിലപ്പോൾ 2 ബോക്സ് പൊള്ളയായിരിക്കാം. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് ടാസ്ക് കളിക്കണം. അപ്പൊ ആദ്യത്തെ ആള് പോയിട്ട് ഈ ഓരോ ലൈൻസ് കവർ ചെയ്ത് കാല് വെച്ച് ഒരുമിച്ച് തന്നെ കാല് വെക്കണം. മാറി മാറി വെക്കാൻ പാടില്ല. പിന്നെ ബോക്സിൽ ഒരു പ്രാവശ്യം തൊട്ടിട്ട് പിന്നെ മാറ്റി വെക്കാനും പാടില്ല. അപ്പൊ ആദ്യത്തെ ബോക്സിൽ ചവിട്ടി അത് പൊള്ളയല്ലെങ്കിൽ അടുത്ത ലൈനിലേക്ക് ബോക്സിലേക്ക് പോകാവുന്നതാണ്. അപ്പൊ പൊള്ളയായ ബോക്സിൽ ആരെങ്കിലും ചവിട്ടിയാൽ ആ ആള് ഔട്ടാവും. പിന്നീട് ടീമിലെ മറ്റൊരാൾ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു പാറ്റേൺ ഓർത്തിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ മുമ്പിൽ പോകുന്ന ആള് ഏത് ബോക്സിൽ ചവിട്ടിയപ്പോഴാണ് താഴെ വീഴാതെ ഇരുന്നത്, ആ ബോക്സിൽ ചവിട്ടിയിട്ട് പിന്നിൽ വരുന്ന ആള് മുമ്പോട്ട് പോകണം. അപ്പോൾ പൊള്ളയായ ബോക്സിൽ ചവിട്ടാതെ ഏറ്റവും ആദ്യം എല്ലാ ലൈൻസും ക്രോസ് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ആ ടീമായിരിക്കും വിജയിക്കുക. ഏത് ടീം ആദ്യം പോകണമെന്ന് പവർ ടീമാണ് നിശ്ചയിച്ചത്. അപ്പൊ ആദ്യം പോകുന്നത് നെക്സ്റ്റ് ടീമായിരുന്നു. അപ്സര, ശ്രീതു, നോറ, ശരണ്യ എന്നിവരുടെ ടീമായിരുന്നു ആദ്യം പോയത്. അവർക്ക് 4 ലൈനാണ് ക്രോസ് ചെയ്യാൻ സാധിച്ചത്. രണ്ടാമത് പോയത് ടീം ഡെൻ ആണ്. ഡെന്നിൽ ഇപ്പോൾ നിലവിൽ അർജുനും ഋഷിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ടീമിൽ നിന്ന് 4 പേർക്ക് മത്സരിക്കാം. അപ്പൊ ഇവർ 2 പേരും ഔട്ടായി കഴിഞ്ഞാൽ അവർക്ക് ഒരു റൗണ്ടും കൂടി മത്സരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ടീം അർജുനും ഋഷിയും ആയിരുന്നു. അവര് 6 ലൈൻ ഓഫ് ബോക്സസ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ച് അർജുൻ ഒരു ലൈൻ കവർ ചെയ്തിട്ട് പിന്നെ 2 ബോക്സ് അപ്പുറത്തുള്ള 3ാമത്തെ ബോക്സിലേക്ക് കാല് നീട്ടി വെച്ചപ്പോൾ അർജുൻ സ്ലിപ്പായിട്ട് താഴെ വീണു. വയറിടിച്ചാണ് വീണത്. അപ്പൊ അതിന്റെ ഒരു വേദനയും പിന്നെ കാലിൽ ചെറിയൊരു സ്ക്രാച്ചും ഉണ്ട്. പക്ഷെ വേറെ സീരിയസ് ആയിട്ടുള്ള കുഴപ്പങ്ങളില്ല. മെഡിക്കൽ റൂമിൽ പോയി ആള് തിരിച്ചു വന്നു, ഡോക്ടറെ കണ്ടു, തിരിച്ചു വന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വീണേണ്ട ഒരു പെയിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആശ്വസിക്കാം. കാരണം ഓൾറെഡി ഇപ്പോൾ ബോയ്സിന്റെ എണ്ണം അവിടെ കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇനിയും ആർക്കെങ്കിലും അപകടം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒത്തിരി ബുദ്ധിമുട്ടാകും. അപ്പൊ എന്തായാലും നിലവിൽ ഇപ്പോൾ അർജുന കുഴപ്പമൊന്നുമില്ല. പിന്നെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു, ഒരു ടീമിന്റെ ഗെയിം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നിട്ട് മറ്റു ടീം അംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാറ്റേൺ ഏതിൽ വെച്ചാലാണ് അത് ഔട്ടാവാതിരിക്കുക, അല്ലെങ്കിൽ ഏതിൽ വെച്ചാലാണ് ക്രോസ് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ ആ ഒരു പാറ്റേൺ പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ടീം നെക്സ്റ്റ്, അതായത് അപ്സര, ശ്രീതു, ശരണ്യ, അവരുടെ ടീം ഓൾറെഡി പറഞ്ഞു കൊടുത്തു എന്ന് തോന്നുന്നു. കാരണം അർജുന്റെ ടീം ഫസ്റ്റത്തെ 2-3 സ്റ്റെപ്പ് കറക്റ്റായിട്ടാണ് വെച്ചത്. അവർ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. അവർ ആ പാറ്റേൺ പറഞ്ഞു കൊടുത്തെന്ന് തോന്നുന്നു. പക്ഷെ അർജുന്റെ ടീമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് 6 ലൈൻ ക്രോസ് ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത്. അതിനുശേഷം കളിച്ചത് നമ്മുടെ ടണൽ ടീമായിരുന്നു. അതായത് യമുന, ഗബ്രി, ജാസ്മിൻ, ശ്രീരേഖ, ജാൻമണി. അപ്പൊ ശ്രീരേഖ അതിൽ കളിച്ചില്ല, കാരണം 4 പേർക്ക് സാധിക്കുള്ളായിരുന്നു. അങ്ങനെ അവർ കളിച്ചു. അവർക്ക് ആകെ 3 ലൈനാ ക്രോസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവർക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ടീം ഓൾറെഡി ഔട്ടായി. ഫസ്റ്റ് വന്നിരിക്കുന്നത് അർജുൻ ഋഷി ടീമായ ഡെൻ ആണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് അപ്സര, ശ്രീതു, നോറ, ശരണ്യ അവരുടെ ടീമാണ്. ഇനി ഒരു ചലഞ്ചും കൂടി ഉണ്ടാവും. അതിൽ ജയിക്കുന്ന ആളായിരിക്കും പവർ ടീമിനോട് ഏറ്റുമുട്ടി അടുത്ത ആഴ്ച സെലക്ട് ആകുന്നത്. അപ്പോൾ ആരായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ പ്രമോല് കണ്ട പോലെ അർജുന് പരിക്ക് പറ്റിയൊന്നാണ് പ്രമോല് ഉണ്ടായത്. പക്ഷെ പരിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള പരിക്കൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ 2 ചലഞ്ച് കഴിഞ്ഞിരിക്കുമ്പോൾ എല്ലാ ടീമിനും തുല്യമായിട്ടുള്ള പോയിന്റ്സ് ആണ്. അതായത് ഡെൻ ടീമിന് 2 പോയിന്റ്, നെക്സ്റ്റ് ടീമിന് 2 പോയിന്റ്, ടണൽ ടീമിന് 2 പോയിന്റ്. അങ്ങനെ എല്ലാവർക്കും സെയിം പോയിന്റ് ആയതുകൊണ്ട് ഇനി ടൈ ആയതുകൊണ്ട് ഇനി ചിലപ്പോൾ അവർ തമ്മിൽ വീണ്ടും ഒരു ചലഞ്ചും കൂടി വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ടോപ്പ് വരുന്ന ആളായിരിക്കും പവർ ടീമിനോട് എതിരേറ്റ് അടുത്ത ആഴ്ച പവർ ടീമിലേക്ക് കയറുക. അപ്പം ഏത് ടീമായിരിക്കാം നമുക്ക് കണ്ടറിയാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.